Hello guys, welcome back to our YouTube channel. Yes. Okay guys, അപ്പോൾ ഇന്നും പെന്നും ബുക്കൊക്കെ ആയിട്ട് വന്നിട്ട് ഒരു ചലഞ്ചിങ് വീഡിയോ ആട്ടോ. അതാണ് പെന്നും ബുക്കൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ ആരും ചെയ്യാത്ത വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചാണ്. എന്താണെന്നല്ല നിങ്ങൾ ചിന്തിക്കുന്നത്, who knows me better? ഇന്നെ ആർക്കാണ്, ഇവർ രണ്ടാളിലും ആർക്കാണ് ഇന്നെ ഏറ്റവും കൂടുതൽ അറിയാം. ഇത് സിസ്റ്റേഴ്സ് വേർഷൻ ആട്ടോ. ഇവർ രണ്ടാളിലും ആർക്കാണ് ഇന്നെ ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ കേട്ടോ. സോ നമുക്ക് ടൈം ഒന്നും വൈകിക്കേണ്ട, നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മളെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ റെഡി ആക്കി വെച്ചിരിക്കണം കേട്ടോ. അതായത് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കണം, അതായത് ഇതിനെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചിരിക്കണം. അപ്പോൾ ഇതിൽ എന്താ വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിക്കും. അപ്പൊ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ അറിയണോല് ഫസ്റ്റ് ഞാനെന്ന് പറയാം. ജസ്റ്റ് ഒന്ന് കൈ വെക്കുക. ഞാൻ പറയാന്നിലേക്ക് ജസ്റ്റ് ഇങ്ങനെ കൈ വെക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. അവ സിമ്പിൾ ആയിട്ട് അങ്ങനെ ആരും അതില്ലതില്ല. ഫസ്റ്റ് ഞാൻ ക്വസ്റ്റ്യൻ പറയും. ക്വസ്റ്റ്യൻ പറയും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഇതാക്കി വെച്ചിക്കണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ പറയുമ്പോ ആൻസർ അറിയണോ ഞാൻ പറയാം. ഫസ്റ്റ് ആരാണ് കൈ വെക്കണേ ഓല് ആൻസർ പറയാ. അങ്ങനെ ആൻസർ പറയുന്നോല് ഈ ഒരാൾക്ക് ഒരു മാർക്ക് കിട്ടുട്ടോ. അങ്ങനെ ഏറ്റവും കൂടുതൽ മാർക്ക് ആരാണ് സ്കോർ ചെയ്യണത്, അതായത് ഇന്ന് ഏറ്റവും കൂടുതൽ ആർക്കാണോ അറിയണത് ഓർക്ക് ഇന്റെ വക ഒരു ചെറിയ ക്യാഷ് പ്രൈസ് കിട്ടും. നമ്മൾ എന്ത് പരിപാടി അവതരിപ്പിച്ചാലും പ്രോത്സാഹന സമ്മാനം കൊടുക്കട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമില്ലല്ലോ. അതല്ലേ ഇതിന്റെ ഒരു ഇത്. അപ്പൊ നമ്മളെ വീഡിയോ നമ്മളെ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പൊ ഓക്കെ, ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരാം. ഇന്ത്യ ഡേറ്റ് ഓഫ് ബർത്ത്. അപ്പൊ ഗൈസ്, നിഷാനക്ക് ഒരു മാർക്ക് ആയിക്കോ. നിഷാനക്ക് ഒരു മാർക്ക്. ഞാൻ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് അതോട് പറഞ്ഞ് ഇത് ഉറങ്ങിയാ നേരത്തെ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയാം, ഇന്ത്യ നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഒരേപോലെ സൈസ് ആട്ടോ. ഒരേപോലെ ഒരു സംഭവം ഒരേപോലെ, ഞങ്ങൾ 4 ആൾക്കും ഒരേപോലെയാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഞാൻ വിചാരിക്കുന്നുണ്ട്. അതായത് ഇന്റെ ഷൂന്റെ സൈസ് അല്ലെങ്കിൽ ചെരുപ്പിന്റെ സൈസ് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. രണ്ടും ഒന്നല്ല, ഇതിൽ ഒന്ന് പറഞ്ഞാൽ മതി. അന്റതും ഇന്റതും എല്ലാവരും ഒന്നാണ്. അപ്പൊ ആ സൈസ് 8 ഞാൻ ഞാൻ 8 ഞാൻ ഓക്കെ. ഓള് പറഞ്ഞു കറക്റ്റ് ആട്ടോ. 8 or 9. അതായത് ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടെ. 8 അല്ലെങ്കിൽ 9 അല്ലെങ്കിൽ 39, 38 ആ റേഞ്ചിലാണ് ഞാൻ എടുക്കല്. ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറട്ടെ. ഓള് പറഞ്ഞത് കറക്റ്റ് കേട്ടോ. അപ്പൊ നിഷ്മാക്ക് ഒരു മാർക്ക് കിട്ടോ. കൈ വെക്കണം കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ട് കൈ പൊക്കിട്ടോ കാര്യം. ഓക്കെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ, തല്ലുണ്ടാക്കല്ലേ. അപ്പൊ ഓക്കെ ഗൈസ്, അപ്പൊ ഈ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ഫേവറേറ്റ് ഫുഡ് മീൻസ് കയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരലുമല്ലേ. അവ കയ്യെടുത്ത് കൂട്ടും. അപ്പൊ ഓക്കെ ഗൈസ്, നിഷ്മാക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടിക്കിട്ടോ. വീണ്ടും ഒരു മാർക്ക് കിട്ടിട്ടോ. കൈ വെക്കണ്ട. ഇനി ഓക്കെ, കൈ പൊക്കണം. നീ കൈ ജസ്റ്റ് ഇങ്ങനെ പൊക്ക. എനിക്ക് ഫ്രണ്ടിക്ക് കാണാം. ആയിക്കോട്ടെ, ഇങ്ങനെ വെക്കാം. ഇനി ഓക്കെ, ഇന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമിന്റെ ഫ്ലേവർ വാനില. മനസ്സിലായില്ല. രണ്ടാളും ഒരേ ടൈമിലാണ് പൊക്കിക്കുന്നത്. ഒരേ ടൈമിലാണ്. ഇനി അതല്ല, ഇനി ഞാന് എന്താ പഠിച്ചോന് ഓക്കെ, രണ്ടാളും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ട് കേട്ടോ. നല്ലൊരു ഓപ്ഷനാണ്. രണ്ടാളും ഒരേപോലെ പറഞ്ഞോണ്ട് നമ്മള് രണ്ടാക്കും ഹാഫ് മാർക്ക് കൊടുക്കാം. ഇനി ഒക്കെ ഇന്ത്യ ഫേവറേറ്റ് ആയിട്ടുള്ള ആനിമല്, അതായത് എനിക്ക് ഏത് ജീവിനെയാണ് ഏറ്റവും ഇഷ്ടം?
ഓക്കെ ആരാ പറഞ്ഞേ? ഞാൻ ഓള് അപ്പൊ എനിക്കാണ് എല്ലാ ജീവികളും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് ആടിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെയല്ല, ഇഷ്ടമായിരുന്നു. പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പൂച്ചേനാട്ടെ. ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് പൂച്ചനെയാണ്. അപ്പൊ ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോ രണ്ടുത്തരം വരാണ്ടാവും. രണ്ടുത്തരാന്നുണ്ടെങ്കിലും അത് കറക്റ്റ് ആണ്. രണ്ടുത്തരങ്ങൾ പറയുന്നുണ്ടെങ്കിലും കറക്റ്റ് ആണ്. കാരണം 2 ആൻസർ ഉണ്ട്. ആ ചോദ്യത്തിന് 2 ആൻസർ ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റം, അതായത് രണ്ടാളും പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ ഹസ്ബൻഡും പിന്നെ ഇമ്മയാണ്. ഇങ്ങനെ ഫ്രണ്ടിക്ക് വരണം കേട്ടോ. ഓക്കെ അപ്പൊ രണ്ടാക്കും അരാര കേട്ടോ. രണ്ടാളും ഒരേപോലെ പറഞ്ഞു നമുക്ക് അരാര കൊടുക്കട്ടെ. രണ്ടാളും ശരി ഉത്തരായതുകൊണ്ട് അരാര കേട്ടോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എനിക്ക് പഠിക്കുന്ന സമയത്ത്, രണ്ടാൾക്കും അറിയാൻ ചാൻസ് ഞാൻ കാണുന്നില്ല. എനിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സബ്ജക്ട്, അതായത് ഞാൻ അധികം ഫുൾ മാർക്ക് വാങ്ങണേ, ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ വീട്ടിൽ പറയലുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് അതായിരുന്നു. ഇമ്മ എക്സാമിന് റിസൾട്ട് കിട്ടുമ്പോ ആ ഒരു മാർക്ക് എവിടെ ബയോളജി. ശരി ഉത്തരം ബയോളജി ആണ്. അപ്പൊ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റ്യന് അറിയാൻ മതിയാവും. ഞാന് രണ്ടാം കാര്യം വിചാരിക്കുന്നു, ഞാൻ ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഞാന് ഇങ്ങനെ ഒതുങ്ങി ആരോടും സംസാരിക്കാതെ ഇരിക്കുന്ന കുട്ടിയാണോ, അതോ എക്സ്ട്രോവേർട്ട്? ഇൻട്രോവേർട്ട് ആയിരുന്നു, പക്ഷെ എന്നാലും കുറച്ചൊക്കെ ഇതുണ്ട്. ഇൻട്രോവേർട്ട് അല്ല ഞാൻ സമ്മതിച്ചു. ഇൻട്രോവേർട്ട് അല്ല, കുറച്ചും കൂടി ഇതാണ്, ബെറ്ററാണ്. ബട്ട് ഞാന് ഇൻട്രോവേർട്ട് ആണ് ഗൈസ്. ഞാൻ ഇൻട്രോവേർട്ട് ആണ്. ഞാൻ ഇന്റെ ഒരു അതായത് മാർക്ക് കൊടുക്കാനല്ല, ഞാൻ ഇന്റെ ഒരു കംഫർട്ട് സോണിൽ മാത്രമേ ഞാൻ എക്സ്ട്രോവേർട്ടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇൻട്രോവേർട്ട് ആണ്. എനിക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരൊക്കെ കണ്ടെങ്കിൽ ഞാൻ പിന്നെ പരിസരത്തേക്ക് പോലും. അത്രക്കും ഞാൻ വൃത്തികെട്ട ഒരു ഇൻട്രോവേർട്ടഡ് ആണ് ഞാൻ. അപ്പം അത് വീണ്ടും നിഷ്മാനൊക്കെ ഒരു മാർക്ക് കിട്ടിയിരിക്കുകയാണ്. ഉണ്ട്. ഇനി ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും രാവിലെ നീച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫേസ് വാഷ്. പറയട്ടെ, അതല്ല ക്വസ്റ്റ്യൻ പറയുന്നത്, ആൻസർ പറയുന്നത് പല്ല് തേക്കല്. ഓക്കെ, എല്ലാരും പല്ല് തേക്കുന്നതാണ്. ഞാൻ പല്ല് തേക്കുന്നത് നിങ്ങൾ രണ്ടാളും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇന്റെ ടൂത്ത് ബ്രഷ്, അതായത് എന്റെ പല്ല് തേക്കുന്ന ബ്രഷിന്റെ കളർ അല്ലല്ല, എനിക്ക് പറഞ്ഞോ അത് തെറ്റാണ്. പിങ്ക് അല്ല, ഞാൻ നോക്കട്ടെ. ഓറഞ്ച് ആണോ? പറയ്, ഓറഞ്ച് ആണോ അതോ ബ്ലൂ ആണോ? ബ്ലൂ ആണ് കറക്റ്റ്. ഓള് പറഞ്ഞ കുഴപ്പമില്ല, ശരിയാണ്. അത് തോന്നിയ പോലെ നിർത്തി നിർത്തി പിങ്ക് പിങ്ക് അപ്പൊ ഇനി നെക്സ്റ്റ്, അതായത് ഞാൻ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് ഇവളിനോട് ചോദിച്ച്, അപ്പൊ ഞാൻ അതിന്റെ ആൻസർ പറഞ്ഞു. അതാണ് എന്റെ ഏറ്റവും വലിയ സംഭവം. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എന്റെ ബിഗ്ഗസ്റ്റ് ഡ്രീം, എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഇപ്പൊ കറന്റ് കിട്ടോ, ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണതിൽ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എന്താ നല്ല ഇത് എന്താ പറയാ, പൈസ ഇതായിട്ട് നല്ല അച്ചീവ്മെന്റ് ചെയ്തിട്ട് ഇമ്മാരി ഇവരൊക്കെ നോക്കാണ്, അതൊക്കെയാണ് ഉള്ളത് അല്ലേ? അതല്ല, അതിന്റെ ഒപ്പം ഒന്നും കൂടെ ഉണ്ട്. അതും കൂടെ പറയാന്നുണ്ടെങ്കിൽ ഉത്തരാവും. അവിടുന്ന് പറയല്ലേ അമ്മ. നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട്, നല്ലൊരു ഫാർമസിസ്റ്റ് ആയിട്ട്
കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ട് നല്ല പൈസ ഒക്കെ ഉണ്ടായിട്ട് നല്ല ഉമ്മാനെ നല്ലപോലെ നോക്കുക, നല്ലൊരു വീട് വെക്കുക. അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. ഇതൊക്കെ തന്നെയാണ് സംഭവം. ഉമ്മ പറഞ്ഞു വീട് ഉമ്മ പറഞ്ഞു. കാരണം എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് സ്വന്തമായിട്ട് ഒരു നല്ലൊരു വീട് ഉണ്ടാക്കണം എന്നുള്ളത്. വീട് ഓള് പറഞ്ഞോ? ഞാൻ പറഞ്ഞു. അപ്പൊ അത് മാത്രല്ല സ്വന്തമായിട്ട്, അതായത് സ്വന്തമായിട്ട് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണത്. അപ്പൊ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് എത്തിയിട്ട് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കിയിട്ട് ഒരു വീട് ഉണ്ടാക്കിയിട്ട് പിന്നെ ഫാമിലിനൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയണ ഒരു സ്റ്റേജിക്ക് എത്തണം എന്നുള്ളതാട്ടോ. അത് ഞാൻ അപ്പടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അവർ രണ്ടാളും പറഞ്ഞ അതിന്റെ ഇടയ്ക്ക് ഇമ്മ അവിടെ കുത്തിരിപ്പുണ്ടാക്കി ഇമ്മയും പറഞ്ഞു. അതുകൊണ്ട് അതിനെ കുറിച്ച് ഇവിടെ കൊടുത്തിട്ടേ നീ കുറച്ചു നമ്മൾ ഉമ്മാനെ കൊടുത്തിട്ടോ. അതുകൊണ്ട് 1/2 മാർക്ക് കിട്ടോ. രണ്ടാളും പറഞ്ഞത് കൊണ്ടും ഇമ്മ അവിടെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടും 1/2 മാർക്ക്. ഇപ്പോഴും ലീഡിങ്ങിൽ നിഷാനയാണ് ഗൈസ്. അവൻ നിഷാനക്കാണ് എന്നെ ഏറ്റവും കൂടുതൽ അറിയാട്ടോ. അങ്ങനെ ഞാൻ പറയുന്നത് അങ്ങനെ ഇതൊന്നും ഇല്ലാത്തോണ്ട് ഞാൻ ഇനി എന്താ പറയാൻ ചാൻസ് എല്ലാവർക്കും അറിയുന്നതാണ്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കളർ ബ്ലാക്ക്. വൈറ്റ് ഞാൻ എപ്പോഴും ബ്ലാക്ക് എടുക്കല്. അപ്പൊ എന്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം ബ്ലാക്ക്. അപ്പൊ എന്റെ ഡ്രസ്സ് പെരുന്നാൾ ഡ്രസ്സ് ഒക്കെ എപ്പോ ഡ്രസ്സ് എടുക്കുമ്പോൾ ബ്ലാക്ക് ടച്ചിലായി എടുക്കലുണ്ടോ. അപ്പൊ ഓക്കെ, 1 മാർക്ക് വീണ്ടും നിഷാനക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ചിലപ്പോ എനിക്ക് കിട്ടും. കാരണം രണ്ടാക്കും കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അതെന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു. ഓക്കെ, ഇനിയുള്ള ഗൈസ് എന്താ പറഞ്ഞു വെച്ചാല് ഫേവറേറ്റ് ആയിട്ടുള്ള അതായത് എനിക്ക് ടീഷർട്ട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടീഷർട്ടിൽ എനിക്ക് എല്ലാ കളർ ടീഷർട്ടും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് സ്പെസിഫിക് ആയിട്ടുള്ള കളർ, അതായത് ഒരു പ്രത്യേക ഒരു കളർ മാത്രമാണ് എനിക്ക് ടീഷർട്ടിൽ. എല്ലാ കളറും ഇഷ്ടമാണ്, എല്ലാ കളർ ഇടും. പക്ഷെ ടീഷർട്ട് എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് എടുക്കുമ്പോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കളറാണ്. പക്ഷെ ഞാനത് പറയട്ടെ, ആ കളർ ഞാൻ അധികം യൂസ് എടുക്കലില്ല. പക്ഷെ എടുക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പറയുമ്പോ കൈ പൊക്ക ക്വസ്റ്റ്യൻ പറയുമ്പോ കൈ പൊക്ക, ആരെ കൈ പൊക്ക എന്നിട്ട് പറയാ. ഓക്കെ, തല്ലൂടല്ലേ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അതായത് എനിക്ക് ഷൂസ് ഇഷ്ടമാണ്. പക്ഷെ അതില് ഒരു കളർ ഷൂ ആണ് ഇഷ്ടം. അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള എന്റെ ഷൂന്റെ കളറ് വൈറ്റ്. അത് ശരിയായിരുന്നു. ഇതെന്തെങ്കിലും അറിയില്ല. ഓക്കെ, അപ്പൊ നിഷാനക്ക് വീണ്ടും നിഷാന ലീഡിങ്ങിൽ നിൽക്കുകയാണ്. മിക്കവാറും നമ്മുടെ 50 രൂപ കരസ്ഥമാക്കാൻ പോകുന്നത് നിഷാനയായിരിക്കും. തല്ലിടില്ലേ. ഇനി ഓക്കെ, വീഡിയോ അപ്പൊ ഗൈസ്, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, സ്റ്റോറി പറയട്ടെ. അതായത് ഞാന് +2 വരെ പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ എടുത്ത് 2 വർഷം എടുത്ത്. അങ്ങനെ ടോട്ടൽ എന്റെ ഒരു അതിന് മുമ്പ് നഴ്സറി അങ്ങനെ ഒരു 16-15 വർഷത്തിലേറെ ഞാൻ പഠിച്ചിക്കണ്. അങ്ങനെ ഞാൻ പഠിച്ച ലൈഫില് ഞാൻ എന്റെ ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ടീച്ചേഴ്സ് ഇതിലേ വരുമ്പോ ഞാൻ അതിലേ ഓടലാണ്. അത്രക്കും എനിക്ക് ടീച്ചേഴ്സ് ഇഷ്ടമാണ്. പക്ഷെ ഒരു ടീച്ചറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നെ പഠിപ്പിച്ച സർ ഓർ ടീച്ചർ എന്തോ ആയിക്കോട്ടെ, ടീച്ചർ ആ ഒരു കാറ്റഗറി നമുക്ക് പറയാം. ഒരാളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അത്രക്കും ഫേവറേറ്റ് ആയിട്ടില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ മിണ്ടലുണ്ട്. അപ്പൊ ആ ടീച്ചറിന്റെ പേര് ഞാൻ പറയാ സെക്കൻഡറിത്തെ അവർക്ക് അടിച്ചിട്ട് രണ്ടാളും പഠിപ്പിച്ചിരിക്കണ അത് വെച്ച് കഴിഞ്ഞാ സുൽഫിനോട് എന്റെ ഏറ്റവും ഫേവറേറ്റ് ടീച്ചർ ഞാൻ ഇപ്പോഴും കണ്ടാല് പോയിട്ട് മിണ്ടുന്ന ഒരു ടീച്ചർ, സർ ഓർ മിസ് ഏതും ആവാം. അത് നിങ്ങൾക്ക് പറയാം. സബ്ജക്ട് എന്റെ UP സ്കൂളിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയാം, എന്റെ UP സ്കൂളിലാണ്, ഹയർ സെക്കൻഡറി അല്ല UP സ്കൂളിലാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സാറാണ്.
ജേക്കബ് മാഷ് ഷൈൻ സറ ജേക്കബ് മാഷ് ജേക്കബ് മാഷ് ഇന്റെ ഇപ്പോഴും ഇന്റെ ഓൾ ടൈം ഫേവറേറ്റ് അല്ല സാറാട്ടോ. അതായത് എന്റെ ലൈഫിൽ ഇത്രയും ടീച്ചേഴ്സ് വന്നിട്ട് ബട്ട് ഞാൻ ഒരു ടീച്ചറിനെ ഓർത്ത് വെക്കണം എന്നുണ്ടെങ്കിൽ അത്രക്കും എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാറാട്ടോ. അപ്പൊ ഓക്കെ, വീണ്ടും നിഷ്മാക്ക് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് ഇത് അറിയാൻ ചാൻസ് ഉണ്ടാവും, രണ്ടാൾക്കും അറിയാൻ ചാൻസ് ഉണ്ടാവും. മേ ബി 2 ഉത്തരം വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ഉത്തരം അതാണ്. പക്ഷെ ഞാൻ എപ്പോഴും പറയലുണ്ട്, ഞാൻ എല്ലാരോടും പറയലുണ്ട് ഏറ്റവും ഇഷ്ടമുള്ളത് അതാണ് എന്ന് ഞാൻ പറയലുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ പറയാൻ ചാൻസ് നിഷാനാണ്. നിഷ്മ പറയാൻ ചാൻസ് പോയിട്ടുണ്ടാവും. അതല്ല, അറിയാൻ ചാൻസ് എന്ന് പറഞ്ഞത്. അറിയാൻ ചാൻസ് ഉണ്ടാവുമ്പോ അപ്പൊ ഞാനെന്താ പോകെ അല്ല. ഓക്കെ, ഇനി പറയാം. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസ് അപ്പൊ നിഷ്മ പറയാട്ടെ. കറക്റ്റ്, എനിക്ക് മുന്തിരി ജ്യൂസ് നല്ല ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും അധികം പുറത്ത് പോയാലൊക്കെ അതാണ് കുടിക്കല്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നിഷ്മാക്ക് വീണ്ടും ഒരു പോയിന്റ്. ഇപ്പൊ നെക്സ്റ്റ് നമ്മളെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ അധികം അങ്ങനെ ഗെയിം കളിക്കുന്ന ആളൊന്നല്ല. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ള ഗെയിം, അതായത് നമ്മള് ഓഫ്ലൈൻ ആയിട്ടുള്ള ഗെയിം അല്ല, ഓൺലൈൻ ഗെയിം, അതല്ല നമ്മള് ഫോണില് കളിക്കുന്ന ഗെയിമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം ലൂഡോ. ഇതിങ്ങനെ പിടിച്ചിട്ട് കാര്യം വേറൊരു ഗെയിമിന് ഞാൻ വരലില്ല, ഞാൻ ലുഡോക്ക് മാത്രമല്ല. അപ്പൊ ഗൈസ്, നിഷാനക്ക് വീണ്ടും ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഓക്കെ, എനിക്ക് ഇത് ഇവര് പറയോ പറയില്ലെന്ന് എനിക്കറിയില്ല. ബട്ട് പറയാൻ ചാൻസ് ഉണ്ടോ എന്ന് വെച്ചാലും എനിക്കറിയില്ല. എന്റെ ഇപ്പത്തെ കറന്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ മറ്റേ എ പി അല്ല, ഈ മറ്റേ ഫാർമസ് എ പി ആണ് ഗൈസിന്റെ കറന്റ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ, നിഷ്മാനക്ക് വീണ്ടും ഒരു സ്കോർ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നിഷാന വീണ്ടും 2 മാർക്കുകളുമായി മുന്നോട്ട് പോവുകയാണ്. ഇനിയിപ്പോ ഇവർക്ക് കാണാൻ ചാൻസ്, അറിയാൻ ചാൻസ് കുറവാ, 2 അറിയാൻ ചാൻസ് കുറവാ. പക്ഷെ ഞാൻ ഇടയ്ക്ക് പറഞ്ഞിക്കണ്, ഓർമ്മ ഉണ്ടെങ്കിൽ 2 ഓർമ്മ ഉണ്ടാവും. ഞാൻ ക്ലൂ തരാം. ഓക്കെ, അവസാനായിട്ട് ഞാന് തിയേറ്ററിൽ പോയിട്ട് കണ്ട ഫിലിം ജീവിതം. ഞാൻ പല വട്ടങ്ങളോട് പറഞ്ഞില്ല, 2 പറഞ്ഞു, ഞങ്ങൾ ഒപ്പം ഏപ്പില്ലാണ്ട് കണ്ട സിനിമ ആടുജീവിതം. അപ്പൊ അത് വീണ്ടും നിഷാന 3 മാർക്കുകളായിട്ട് 3 മാർക്കിലായിട്ട് എന്റെ സംഭവം ഒന്നും അറിയില്ല. ആയിക്കോട്ടെ. ഇനിയിപ്പോ ഇതിന്റെ ഹിഡൻ ടാലന്റ് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളൊരു ഒളിഞ്ഞിരിക്കുന്ന കഴിവ്, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും കിട്ടാത്ത അങ്ങനത്തെ ഒരു കഴിവ്, ഒരു പ്രത്യേക തരം ഒരു കഴിവ് എനിക്കുണ്ട്. മേക്കപ്പ് ചെയ്യാൻ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതല്ല. അതന്നെ എന്റെ ഹിഡൻ ആയിട്ടുള്ള ടാലന്റ്. അതായത് ആർക്കും അങ്ങനെ അറിയാത്ത, അല്ലെങ്കിൽ ഞാന് ഇങ്ങനെ ഇതാക്കി വെച്ചിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും, നിങ്ങൾ അറിയാലോ, അതെന്റെ ഒരു കഴിവാണ്. അത് ചെയ്യാൻ പറ്റുന്നത് അതിന്റെ ഏറ്റവും വലിയ കഴിവാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു പോണ്. ഫാർമസിയിൽ ഉദ്ദേശിക്ക പോണേ. അല്ല ഹിഡൻ ടാലന്റ് എന്റെ ഒരു ടാലന്റ് ആണ്. അത് അങ്ങനെ എല്ലാരും ചെയ്യുന്ന ഒരു സംഭവമാണ്. എല്ലാരും ചെയ്യുന്ന അതല്ല, മേക്കപ്പ് അങ്ങനത്തെ അല്ല. വീഡിയോ ക്രിയേറ്റർ, കണ്ടന്റ് ക്രിയേറ്റർ അല്ല. അത് എല്ലാവർക്കും ഇല്ലതല്ല. അത് ഹിഡൻ ആണ്. അത് ഞാൻ എല്ലാവരും കാണിച്ചു ചെയ്യുന്നത്. ഹിഡൻ ടാലന്റ് പറഞ്ഞാൽ ഞാൻ എപ്പോഴും ചെയ്യലില്ല, പക്ഷെ എന്റെ ഒരു കഴിവാണ്. എപ്പോഴും ചെയ്യലെന്നില്ല, എല്ലാരും സംബന്ധിച്ച് കൊടുക്കുമ്പോ ആ ഒരു കഴിവ് ഞാൻ പുറത്തെടുക്കുമ്പോ ഞാൻ രക്ഷപ്പെടലുണ്ട്. എന്റെ സ്ട്രെസ്സൊക്കെ പോവലുണ്ട്, ടെൻഷനൊക്കെ പോവും. അത് പറഞ്ഞു കഴിഞ്ഞാല് അതല്ല, മറ്റേ ബുദ്ധി യൂസ് ചെയ്യും. അതൊന്നല്ല. പക്ഷെ നിഷാൻ അടുത്തടുത്തുണ്ട്. ഞാൻ ഉദ്ദേശിച്ച ആൻസർ ഇനിയിപ്പൊ അങ്ങനെ ഇത് പറയാൻ പറ്റുന്ന എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിച്ച അതന്നെ, എന്റെ ടെൻഷനൊക്കെ പോവാന്, എല്ലാവർക്കും എപ്പോഴും ചെയ്യാൻ
അവിടെ നിന്നിട്ട് ഉമ്മ ആൻസർ പറയുന്നത് അതല്ല അമ്മ. ആട്ടൊന്നല്ല. അപ്പൊ ഇന്റെ ഒരു ടാലന്റ് ആണ് എല്ലാരും സങ്കടം വന്നതിന് പെട്ടെന്ന് ഉറങ്ങാൻ പറ്റും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് എനിക്ക് എത്ര സങ്കടം വന്നാലും എല്ലാരും നോർമലി സങ്കടമൊക്കെ വന്നതിന് ഉറങ്ങൂല. പക്ഷെ എനിക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാല് എനിക്ക് പെട്ടെന്ന് ഉറക്കം കിട്ടും. അതായത് ഇപ്പൊ ടെൻഷൻ വന്നാൽ ഞാൻ അപ്പൊ കിടന്നുറങ്ങും. അതിന്റെ ടാലന്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഏത് മുക്കിലും മൂലക്കും കിടന്നിട്ട് ഉറങ്ങും കേട്ടോ. അപ്പൊ വീണ്ടും നിഷാന 1 മാർക്ക് സ്കോർ ചെയ്തിക്കാണ്. നിഷ്മ വീണ്ടും എന്നെ മനസ്സിലാക്കാതെ മാറി നിന്നുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളിവിടെ പുറത്തിട്ടതാണ്. അതെന്നെ വീട് വീട് തെളിയിക്കും. കാരണം എത്ര 13 വയസ്സായി. നോക്കാറില്ലല്ലോ. അതും കൂടി ഇന്റെ ഭർത്തി കൂടെ അങ്ങനെ അതന്നെ ഉള്ളു. വേറെ ഞാൻ സിമ്പിൾ ഞാൻ പറയലുണ്ട്. ഞാൻ എപ്പോഴും പറയലുണ്ട്. അറിയണ്ട വെച്ചാൽ ഞാൻ ഇടക്ക് ഞാൻ പറയലുണ്ട്. അതായത് 2 വീലർ എനിക്കൊരു 2 വീലർ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ കുറെ ആയിട്ട് വീട്ടിലും എല്ലായിടത്തും പറഞ്ഞ് നടക്കലുണ്ട്. എന്റെ സ്വന്തം ഏർണിങ്സോട് ഞാൻ എടുക്കണം എന്ന് പറഞ്ഞില്ല. വണ്ടിന്റെ പേര് ഞാൻ എടുക്കണം എന്ന് വിചാരിക്കും. കുറച്ച് കുടിക്കല്ല. അതല്ല അത് തെറ്റുത്തരം. ഞാൻ പറയലുണ്ട്. എപ്പോഴും ഞാൻ പറയലുണ്ട് എനിക്ക് എടുക്കണം, സ്വന്തമായിട്ട് എന്റെ ഏർണിങ്സോട് എടുക്കണം എന്ന് പറയുന്ന ഒരു വണ്ടി. ഉമ്മ ഉണ്ടാക്കുമ്പോ ഇതാണോ? ഓക്കെ, ഞാൻ വണ്ടി വാങ്ങിച്ച കളർ ഞാൻ പറഞ്ഞുതരാം. കളർ പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് പറയാം. അല്ല കറുപ്പല്ല, ഒരു ലൈറ്റ് ബ്ലൂ, സ്കൈ ബ്ലൂ കളറൊക്കെ. സ്കൈ ബ്ലൂ കളറൊക്കെ അല്ല വണ്ടി. ഇലക്ട്രിക്. സോറി, വണ്ടിന്റെ പേരാണ്. വണ്ടിന്റെ പേര് അത് ഇലക്ട്രിക് ആണല്ലേ വണ്ടിന്റെ പേര്. ഓക്കെ എന്താ നോക്കാം. അതെങ്ങനെ അറിയിച്ചാണ് വല്ലാതെ അറിയില്ല. ഞാൻ വണ്ടിനെ പറ്റി അങ്ങനെ നോക്കാറില്ല. അറിയാലോ. ഓക്കെ, വണ്ടിന്റെ പേര്. അത് ആ ക്വസ്റ്റ്യൻ കൂടെ എനിക്ക് അറിയോ? അറിയായിരുന്നു, പക്ഷെ കിട്ടുന്നില്ല. ഓക്കെ, ഞാൻ ഇവർക്ക് രണ്ടാക്കും അറിയാത്ത ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഞാൻ ഒരു 10 വരെ എണ്ണും. അതിന്റെ ഇടയ്ക്ക് ഇവർക്ക് രണ്ടാക്കും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, രണ്ടാക്കും എന്താണ് ഓക്കെ ആണ്. രണ്ടാക്കും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ -1 മാർക്ക്. രണ്ടാക്കും രണ്ടാളിന്ന് 1 മാർക്ക് കുറയും. ഓക്കെ, അപ്പൊ ഞാൻ എണ്ണാൻ പോവാട്ടോ. 1 2 3 4 5 അൾട്ടോ 6 7 8 9 10. അപ്പൊ രണ്ടാക്കും അറിയില്ല. രണ്ടാളിന് 1 മാർക്ക് ഞാൻ വെട്ടാൻ പോവാട്ടോ. എന്റെ വണ്ടി ഞാൻ പറയാം. രണ്ടാളും 1 മാർക്ക് ഞാൻ കുറച്ചു. വണ്ടി ഏതാ വെച്ച് കഴിഞ്ഞാല് വെസ്പ കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നത് വെസ്പ എനിക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയലുണ്ട് ഇവിടെ. ഞാൻ എപ്പോഴും വീട്ടിൽ അല്ല ഞാൻ എല്ലാവരും ഇല്ല. അപ്പൊ തന്നെ ഞാൻ പറയലുണ്ട് എനിക്ക് ആ വണ്ടി എടുക്കണം. ഇൻഷാല്ല ഞാൻ എടുക്കും. ഞാൻ അത്രയും മനസ്സിൽ ആഗ്രഹിച്ചൊരു വണ്ടി എടുക്കും ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ വെസ്പ കേട്ടോ. ഇനി നമ്മളെ ക്വസ്റ്റ്യൻസ് തീരാൻ പോവാട്ടോ. ഇനി വെറും ഒരു 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. പക്ഷെ ഈ 3 ക്വസ്റ്റ്യൻസിന് പ്രത്യേകത ഞാൻ 20 ക്വസ്റ്റ്യൻസ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. ഈ 3 ക്വസ്റ്റ്യൻസ് വെച്ച് ഞാനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഈ 3 ക്വസ്റ്റ്യൻ ഈ 3 ക്വസ്റ്റ്യനില് ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വെച്ചിട്ടാ കിട്ടുക. 2 മാർക്ക് വെച്ചിട്ടാണ് ഈ ഓരോ ക്വസ്റ്റ്യനും കിട്ടുക. അപ്പൊ കൈ പൊക്കിയിട്ട് ആൻസർ പറയാം. കൈ പൊക്കിട്ട് ഞാൻ ഹിന്റ് ഒക്കെ തരാം. ചിലപ്പം കിട്ടും, ചിലപ്പം കിട്ടൂല. കൈ പൊക്കിയിട്ട് ആൻസർ പറയാം. ഓക്കെ, അതിന് മുന്നേ കയറി പറയരുത് കേട്ടോ. ഓക്കെ, അതിന് മുമ്പ് കേട്ട് പറയരുത്. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത 20 ക്വസ്റ്റ്യൻ നമ്മൾ വെച്ച് അതിലൊക്കെ മാർക്ക് 1 മാർക്ക് വെച്ചിട്ടാണ്. ഇനിയില്ല 3 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2 മാർക്ക് വെച്ചിട്ടാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ ഓക്കെ, ഞാൻ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. ഹിന്റ് പറഞ്ഞു ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ഞാൻ അതിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കലില്ല. ഈ കാര്യത്തിനെ കുറിച്ച് ഞാൻ സംസാരിക്കലില്ല. സോ ഞാൻ ചെറിയ ഹിന്റ് ഒക്കെ തരാം. അപ്പം എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള 4 വീലർ, അതായത് 4 ചക്ര വാഹനം. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഉള്ള 4 ചക്ര പോളോ അല്ല. അപ്പൊ ക്വസ്റ്റ്യൻ പാസ് ചെയ്ത് നമുക്ക് പറയാം. 4 വീലർ 4 ചക്ര വാഹനം. കാറാവാം, വേറെന്തോ ആവാം. 4 ചക്രല്ല വാഹനം എന്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ പറയാൻ പറ്റുമോ? പറയില്ലേ? ഇനി ഓള് പറഞ്ഞിട്ട് ഓൾക്ക് കിട്ടില്ല എന്ന് എനിക്ക് പറയാം. പോളോ അല്ലാതെ വേറെന്താ പേരാണ്? വണ്ടിന്റെ പേരാണ് വേണ്ടത് അല്ലേ? ഞാൻ പറയട്ടെ. വണ്ടിന്റെ പേര് ഓട്ടോ
ഓക്കെ, ഞാൻ ഈ എക്സാമ്പിൾ ഞാൻ പറഞ്ഞോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല. ഞാന് 2 എക്സാമ്പിൾ തരാം. ഒന്ന് ഫോർച്യൂണർ, രണ്ടാമത്തേത് താറ്. ഞാൻ ഫസ്റ്റ് അപ്പൊ ഓക്കെ, നിഷ്മാക്ക് 2 മാർക്ക് കിട്ടിക്കൊണ്ടോ. ഞാൻ എനിക്ക് താറ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെ കണ്ടാലും ബ്ലാക്ക് താറൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ നോക്കി ആദ്യം മുതലേ ഇഷ്ടമാണ്. ഞാൻ എന്റെ കോളേജിലൊക്കെ പഠിക്കേണ്ട ഞാൻ താറ് അറിയുമ്പോ ഇങ്ങനെ നോക്കിക്കോ, അത്രയ്ക്ക് ഇഷ്ടടക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ എപ്പോഴും നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിൽക്കുമ്പോഴൊക്കെ പുറത്തു പോകുമ്പോഴൊക്കെ കാണും ഇവരെ. അപ്പൊ ഞാൻ പുറത്തു പോലെ കുറവാണല്ലോ. അപ്പൊ ഓക്കെ, ഇനി വേറെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർക്ക് അറിയാൻ ചാൻസ് കുറവാണ്. ബട്ട് എന്റെ ചില ഫ്രണ്ട്സിനൊക്കെ അറിയാം. ഇപ്പൊ എന്റെ ഒപ്പം ഫാർമസിയിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ ചാൻസ് ഉണ്ട്. എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ, അതായത് ഇൻഫ്ലുവൻസർ ആരാണ് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസർ? ഞാൻ കൈപൊക്കി കൈപൊക്കിയോല് പറഞ്ഞോ? കൈപൊക്കിയോല് അല്ല, പറഞ്ഞോ? അല്ല, അങ്ങനത്തെ ഇൻഫ്ലുവൻസർ അറിയില്ല. ആലോചിച്ചിട്ട് കുറച്ച് ടൈം കൂടി വേണേ. അതായത് നമ്മുടെ ഇന്ത്യയിലെ അല്ല, ഇപ്പൊ ഒരു ഇന്ത്യയിലായിരുന്നില്ല, ഇപ്പൊ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിക്കണു. ഒരു സ്മൂത്തിന്റെ പേരിലാണ് ഒരു വൈറലായത്. സ്മൂത്തി വാട്സപ്പ് അല്ല, അത് കനാൽ ബോയ്സ് അല്ല. എന്റെ ഫേവറേറ്റ് ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, എനിക്കറിയോ? ഞാൻ നോക്കട്ടെ. സ്മൂത്തിന്റെ പേരിൽ വൈറലായിട്ടുള്ള വീഡിയോസ് കാണണമെങ്കിൽ മനസ്സിലായിട്ടില്ല, മനസ്സിലായിട്ടില്ല. ഫുഡല്ല. ഒരു ക്ലൂ സ്മൂത്തിന്റെ പേരിൽ വൈറലായിട്ടുള്ള ആളെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് കാണാനില്ല. ഇനി അത് ഞാൻ ഓപ്ഷൻസ് തരാം. ഇപ്പൊ ആള് പ്രഗ്നന്റ് ആണ്. ഇപ്പൊ ഒരു ലേഡിയാണ്, ആള് പ്രഗ്നന്റ് ആണ്. തനി മലയാളി. യെസ്, തനി മലയാളി. ഞാൻ കാണാറില്ല, പേര് പോലും കേട്ടത്തില്ല. അത് അപ്പൊ ഓക്കെ, 2 മാർക്ക് കിട്ടിട്ടോ. വീഡിയോ ഓക്കെ, അതായത് ഇനിയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേ ബി അറിയാമായിരിക്കും, അറിയാതിരിക്കാമായിരിക്കും. എന്തൊക്കെയാണ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആട്ടോ. അതായത് എനിക്കിപ്പോ 22 വയസ്സായി. ഈ 22 വയസ്സിൽ എനിക്ക് എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്നത്, അതായത് ഇപ്പൊ എന്റെ 22 വയസ്സിൽ എന്റെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്താണ്? ജോലി. ഞാൻ ജോലി അല്ല, ഓളെ 22 വയസ്സില് ഓള് നേടിയിലെ ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഓള് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട്, ഫസ്റ്റ് സാലറി കൊണ്ട് ഞങ്ങൾക്ക് ഈ പെരുന്നാക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ് എടുത്തു. അതല്ല, ജോലി നേടിയ അച്ചീവ്മെന്റ് ആണ് അത്. അച്ചീവ്മെന്റ് ആണ്, ബട്ട് കാര്യം എടുത്തിട്ടില്ല. അതല്ല, ഞാൻ നോക്കട്ടെ. അതായത് എനിക്ക് എന്റെ അച്ചീവ്മെന്റ് നമുക്ക് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേടിയിട്ട് എനിക്ക് ഏറ്റവും പ്രൗഡ് ആയിട്ട് എനിക്ക് സന്തോഷമായിട്ട് തോന്നിയ ഒരു മൊമെന്റ് ലൈഫില്. അല്ല, എന്റെ ഡ്യൂട്ടി ആയിട്ട് എന്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അത് നിങ്ങൾക്ക് അറിയാണ്ട്, കാരണം ആ ഒരു സംഭവം നടക്കുമ്പോ നിങ്ങളുടെ ഒപ്പുണ്ട്. അതൊക്കെ റിലേറ്റ് ചെയ്തതാണ്, ബട്ട് അതൊക്കെ കുറച്ചും കൂടി ആഡ് ചെയ്യാണ്ട്. കാർ റിലേറ്റ് ചെയ്തതാണ്. ഫസ്റ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഫസ്റ്റ് മകൻ സാലറി എടുത്തതാ. സാലറി ജോബ് റിലേറ്റഡ് ആയിട്ട് അല്ലാന്ന് പറഞ്ഞപ്പോ ഡ്രൈവിംഗ് സ്കൂളായിട്ട് കാറ് പഠിച്ചത്. കാർ റിലേറ്റ് ചെയ്തതാണ്. കാറ് റിലേറ്റ് ചെയ്തുകൊണ്ടാണ്. കാറ് പ്ലസ് നമ്മുടെ ഫാമിലി മെമ്പർ ഇൻക്ലൂഡഡ് ആണ്. ഇതിലപ്പുറം ഓപ്ഷൻ ഇറങ്ങി കൂടെ കഴിയില്ല. കാറ് പഠിച്ചപ്പോ ഉമ്മ നല്ല സപ്പോർട്ട് ചെയ്തു. അതാണ് അതൊരു ഇതാണ്, പക്ഷെ അതല്ല. ഫസ്റ്റ് അതായത് ഇപ്പൊ അതെ, അതായത് ഇന്റെ ഇത്ര വയസ്സിൽ എനിക്ക് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത് 22 വയസ്സാണ് അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയത്. ബാക്കിക്ക് പോട്ടെ, അതൊക്കെ ഓക്കെയാണ്. ബട്ട് ഞാൻ ഡ്രൈവിംഗ് പഠിച്ച് ഇമ്മാനം കൊണ്ട് ഫസ്റ്റ് ആയിട്ട് വണ്ടിയിൽ കയറ്റിട്ട് പോയപ്പോ ഇമ്മാനം മൊത്തം സന്തോഷം. അത് എനിക്ക് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് തോന്നിയിട്ടുണ്ടോ. അപ്പൊ അതാണ് അത്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യനും നിഷാന കീഴടക്കി 2 മാർക്കുകൾ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ അമ്മാനെ പറഞ്ഞോണ്ടല്ലേ നിങ്ങൾക്ക് ആൾക്കാർ. ഓക്കെ, നമുക്ക് മാർക്ക് കൗണ്ട് ചെയ്യാട്ടോ. നെക്സ്റ്റ് പീരീഡ് മാർക്ക് നമ്മൾ എണ്ണി നിഷാനെയാണ് പിന്നെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പക്ഷെ നമുക്ക് കൗണ്ട് ചെയ്യാം എത്രയാണെന്ന് പറയട്ടോ. അപ്പൊ ഗൈസ്, നമുക്ക് നമ്മുടെ മാർക്ക് എത്ര ഉണ്ട് നോക്കട്ടോ. ഓരോരുത്തർക്ക് എത്ര കിട്ടിക്കണ നോക്കാം. 1 3 4 5 6 7 8 9 10 11 12 13 14 14 14 1 2 അയ്യോ നല്ല മെച്ചൂർഡ് കുട്ടിയാണ് ഞാൻ. 4 5 6 7 8 8 8 അപ്പൊ ഞാൻ നല്ല നോളജ് ഉണ്ട്. നോളജ് ഇല്ല ഗൈസ്. അപ്പൊ
ഹൂ നോസ് മീ ബെറ്റർ എന്നില്ല ഈ ചലഞ്ചിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് ആരാത് ചോദിക്കുമ്പോ ഷീറ്റ് ഉത്തരം പറയുന്നതാണ് സമ്മതിക്കണം. നമ്മൾ തോറ്റാൽ നമ്മൾ ഞാൻ തോറ്റതല്ലേ ചിത്ര ഞാൻ ഇതാക്കുമ്പോ തന്നെ പറഞ്ഞു ഞാനിത് തോക്കും. കാരണം എന്താ എനിക്ക് ഇതിന് നോളജിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ഈ വീഡിയോ ഇത് ഇതാക്കുമ്പോ തന്നെ ഞാൻ പറഞ്ഞത്. അപ്പൊ എന്നിട്ടും ആ വീഡിയോ എടുക്കണമെങ്കിൽ ഓളല്ലേ ഇതാക്കണേ, ഞാനല്ലല്ലോ തോറ്റത്. ഞാനല്ല തോറ്റത്, ഓളാണ് തോറ്റത്. അപ്പൊ ഗൈസ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിട്ട് എന്നെ മനസ്സിലാക്കിയത് അൽ നിഷാനയാണ് ഗൈസ്. 14 മാർക്ക്. അപ്പൊ ഇവള് ഇന്നെ 8.5 മാർക്ക്. അതായത് നമ്മള് 23 ക്വസ്റ്റ്യൻ വെച്ചില് 14 മാർക്ക് ഇവക്കാ കിട്ടിയത്. വെറും 8.5 മാർക്കാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അന്തം വെച്ച് ശേഷമുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. എന്നാലും ഇങ്ങനെയൊക്കെ അങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ ഹിന്ദി ഒക്കെ ഹിന്ദി അതല്ല. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളെ ചലഞ്ച് കഴിഞ്ഞു. അപ്പൊ നമ്മളെ ഹൂ നോസ് മീ ബെറ്റർ എന്നുള്ള ചലഞ്ചില് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയത് നിഷാനയാണ്. ഞങ്ങള് ഇന്നെ മനസ്സിലാക്കിയ ആൾക്ക് ഞാൻ എപ്പോഴും ഇന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കലുണ്ട്. സോ നമ്മള് ഓക്ക് കൊടുക്കാൻ പോണത് ക്യാഷ് പ്രൈസ്. നമ്മുടെ പരിപാടികളാണ്. ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് പൈസ അവർക്ക് കൊടുക്കാൻ പോകും. നിങ്ങൾ ഗസ്റ്റ് ചെയ്യൂ എത്രയാണെന്ന്. അയ്യോ സോറി ഗായ്സ്. അപ്പൊ നമ്മള് കൊടുക്കാൻ പോണത് ഓൾക്ക് 50 രൂപയാണ്. യെസ് ഗായ്സ്, ഞാൻ 50 രൂപക്ക് ക്യാഷ് പ്രൈസ് റൊക്കമായി കൊടുക്കുന്നു. ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യും. അയ്യോ മൈ ഗോഡ്, എങ്ങനെയായാലും ഒരേപോലെ തന്നെ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കൂ. അപ്പൊ ഇന്നത്തെ വിജയുടെ ക്യാഷ് പ്രൈസ് ഞങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അപ്പൊ ഗൈസ്, താങ്കൾ സന്തോഷവതിയാണ്. 50 രൂപ കിട്ടിയില്ല. എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? വളരെ നല്ല സന്തോഷം. ഇത് വീഡിയോ ഓഫ് ആക്കി തരില്ലേ? ഒരിക്കലും ഇല്ല. അപ്പൊ ഗൈസ്, താങ്കൾ സന്തോഷവതിയാണ്. ഇന്നെ മനസ്സിലാക്കാതെ താങ്കൾ സന്തോഷവതിയാണ്. ഞാൻ മനസ്സിലാക്കി കൊടുത്താൽ ഞാൻ പറഞ്ഞു കൊടുത്തതിന് മുന്നേ എന്തിനു നോളജ് ഇതൊക്കെ കുറച്ച് കുറവേക്കണം ഞാൻ പറഞ്ഞ ഇത്ര ചെറിയ കുട്ടിയാണ്. ഒപ്പം ചോദിച്ചാൽ അങ്ങനെ ചോദിച്ചാൽ ഒരു ഇതില്ലേ, ഒരു കോമൺ സെൻസ് ഇല്ലേ? ഇതിനെക്കാളും വലിപ്പം അടിയുണ്ടല്ലോ. പക്ഷെ എന്നാലും വലിപ്പം കുട്ടിയുടെ ബുദ്ധിയില് നോക്കുക. ആയിക്കോട്ടെ ഗൈസ്, ഇനി ഇവിടെ നിന്നത് തല്ലാവും, കരച്ചിലാവും, പീശിലാവും, അങ്ങനെ പല സംഭവങ്ങൾ നടക്കും. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രത്തിനുള്ളൂ. അപ്പൊ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചലഞ്ചിന്റെ സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്തോ. നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലൊക്കെ കമന്റ് ചെയ്യണേ. പിന്നെ നമ്മളെ ചാനലിൽ ഒരു ഗീവ് അവേ നടക്കുന്നുണ്ട് കേട്ടോ. ഈ കോട്ടായി ഇടുന്നുണ്ടോ? ആ ഒരു 5K ഫാമിലി ആയി കഴിഞ്ഞാൽ 5K ഫാമിലി ആയി കഴിഞ്ഞാൽ നമ്മളൊരു ഗീവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണം. അതിന് താഴെ കമന്റ് ചെയ്യുക. നിങ്ങളെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെയിം കമന്റ് ചെയ്തുകൊണ്ട് നമ്മളെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ആവട്ടോ. അപ്പോ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ. അപ്പൊ ഈ വീഡിയോ കഴിഞ്ഞു. സോ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഇത്രയുള്ള ബൈ ബൈ. സബ്സ്ക്രൈബ് നിങ്ങൾ ആദ്യം ചെയ്തിട്ടുണ്ടാവുമല്ലോ, ബെല്ലൈക്കൺ നോക്കി കഴിഞ്ഞാൽ എപ്പോഴും നമ്മളെ വീഡിയോ ഒക്കെ വരും കേട്ടോ. അപ്പൊ ഓപ്ഷൻ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒക്കെ സെറ്റ് ആണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, സീ യു അഗൈൻ.